IMEI നമ്പർ അല്ലെങ്കിൽ സീരിയൽ നമ്പർ ഉപയോഗിച്ചിട്ട് സാംസങ് FRP ചെയ്യുന്നത് എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. സൈറ്റ് ലോഗിൻ ചെയ്യുക. കൂടുതൽ IMEI നമ്പറോ അല്ലെങ്കിൽ സീരിയൽ നമ്പർ ഉപയോഗിച്ചിട്ട് ചെയ്യാം. IMEI നമ്പറാണ് ചോദിക്കുന്നതെങ്കിൽ IMEI നമ്പർ, അല്ലെങ്കിൽ സീരിയൽ നമ്പറാണ് ചോദിക്കുന്നതെങ്കിൽ സീരിയൽ നമ്പർ ഇടുക. ഇതിൽ പ്ലേസ് ഓർഡറിൽ IMEI ഓർഡർ ക്ലിക്ക് ചെയ്യണം. ചൂസ് സർവീസിൽ സാംസങ് എന്ന് ടൈപ്പ് ചെയ്യുമ്പോൾ തന്നെ 2 സർവീസ് കാണാം. അതിൽ 690 പ്ലാൻ സെലക്ട് ചെയ്താൽ മതി. ഓക്കെ, ആ സർവീസ് സെലക്ട് ചെയ്തിട്ട് ഇതിൽ IMEI നമ്പറും സീരിയൽ നമ്പറുമാണ് ചോദിക്കുകയാണെങ്കിൽ നമുക്ക് IMEI നമ്പർ കൊടുക്കാം. സിം 1ന്റെ IMEI നമ്പർ. അതല്ല, ചിലപ്പോൾ SN എന്ന് മാത്രം കിടപ്പുണ്ടെങ്കിൽ സീരിയൽ നമ്പർ മാത്രം ടൈപ്പ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് പ്ലേസ് ഓർഡറിൽ ക്ലിക്ക് ചെയ്യുക. ഓർഡർ ഹാസ് ബീൻ സബ്മിറ്റഡ് സക്സസ്ഫുള്ളി. ഇതിൽ ഓർഡർ ഹിസ്റ്ററി പോയിട്ട് നമ്മൾ പ്ലേസ് ചെയ്ത ഓർഡർ കാണാൻ പറ്റും. ഓക്കെ, ഓർഡർ ഹിസ്റ്ററി IMEI ഓർഡറിൽ ഇൻ പ്രോസസ്സിംഗിലാണ്. ഒരു 5 മിനിറ്റ് കഴിയുമ്പോഴേക്കും കംപ്ലീറ്റഡ് ആവും. നമ്മളത് മാറ്റി നോക്കിയാൽ മതി. ഇൻ പ്രോസസ്സർ എന്നുള്ളത് കംപ്ലീറ്റഡിന്റെ സർവീസ് സെലക്ട് ചെയ്ത് നോക്കുമ്പോൾ നമുക്കറിയാൻ പറ്റും. സാധാരണ ഇതൊരു 5 മിനിറ്റ് എടുക്കും. ഒരു 5 മിനിറ്റോ 3 മിനിറ്റ് ടു 5 മിനിറ്റിനകത്ത് തന്നെ കംപ്ലീറ്റ് ആവും. ജസ്റ്റ് റീഫ്രഷ് ചെയ്ത് നോക്കുകയോ അതല്ലെങ്കിൽ ഇൻ പ്രോസസ് കംപ്ലീറ്റഡിന്റെ ഇത് സെലക്ട് ചെയ്താൽ അത് കംപ്ലീറ്റഡ് ആണോ എന്ന് കാണും. അതെ, ഓക്കെ, കംപ്ലീറ്റഡ് ആയിട്ടുണ്ട്. ഇങ്ങനെ ഒരു മെസ്സേജ് വന്നു കഴിഞ്ഞാൽ ഫോൺ റിക്കവറി മോഡിൽ വൈപ്പ് ചെയ്യണം. ഹാർഡ് റീസെറ്റ് ചെയ്യുക റിക്കവറി മോഡിൽ. എന്നിട്ട് സെറ്റ് ഓണായി വന്നതിന് ശേഷം വൈഫൈ കണക്ട് ചെയ്തിട്ട് നെക്സ്റ്റ് അടിച്ച് ആക്ടിവേറ്റ് ചെയ്താൽ മതി. FRP റിമൂവ് ആയിട്ടുണ്ടാവും. ഓക്കെ, അപ്പോൾ ഇങ്ങനെയാണ് സീരിയൽ നമ്പർ ഉപയോഗിച്ച് IMEI നമ്പറൊക്കെ ഉപയോഗിച്ചിട്ട് സാംസങ്ങിന്റെ FRP അൺലോക്ക് ചെയ്യുന്നത്. ഓക്കെ.